ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. 8 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മലയാളം സൈക്കോ ത്രില്ലർ മൂവിയാണ്. എസ്കേപ്പ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എസ്കേപ്പ് ദ ഡാർക്ക് ഹണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ യൂട്യൂബിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു കൊറിയൻ കോമഡി സീരീസ് ആണ്. മെലോ മൂവി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഫെബ്രുവരി മാസം 14 തീയതിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ രവി മോഹനും നിത്യമേനോനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കാതലിക്ക നേരമില്ല എന്ന് പറഞ്ഞ സിനിമ. തമിഴ് മൂവിയായിരുന്നു. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഫെബ്രുവരി മാസം 11 തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സബ് സർവൈലൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് ബൈ OTT പ്ലാറ്റ്ഫോം വഴി ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഫെബ്രുവരി മാസം 14 തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്, മലയാളം സീരീസ് ആണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഡിസിപ്ലിൻ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഈ സീരീസിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. റിലീസ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി മാസം 28 തീയതി ഈ ഒരു സീരീസ് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഡിസിപ്ലിൻ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്നതാണ്. നീരജ് മാധവനും അജു വർഗീസും ഗൗരി കൃഷ്ണനും ഒക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡബ്ഡ് മൂവിയാണ്. ജാരോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ക്രൈം ബീറ്റ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഫെബ്രുവരി മാസം 21 തീയതി ഈ ഒരു സീരീസ് C5 വഴിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു തമിഴ് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 14 തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത് ഈ 8 റിലീസുകളെ കുറിച്ചാണ്. ഇനിയും അപ്ഡേറ്റുകളുണ്ട്, വേറെ അപ്ഡേറ്റുകളുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ കംപ്ലീറ്റ് ലിസ്റ്റ്, അതായത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സിനിമകളുടെയും സീരീസുകളുടെയും കംപ്ലീറ്റ് ലിസ്റ്റ് ഫെബ്രുവരി മാസം 3 തീയതി മുതൽ 9 തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും കംപ്ലീറ്റ് ലിസ്റ്റ് വീഡിയോ ചെയ്യുന്നതാണ്. OTT അപ്ഡേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. നാളെ രാവിലെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.